ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിൽക്ക് പേട പലതരത്തിലുണ്ടാക്കാറില്ലേ? നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതിനായിട്ടൊരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 150 ml ഒരു കപ്പിൽ 1.5 കപ്പ് പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു 2 കപ്പ് പാൽ കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറിയൊരു തവിക്ക് ഒരു അരത്തവി റവ കൂടി ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ കുറുകി വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ കുറുകിയിട്ട് നമ്മുടെ പാനകത്ത് നിന്നൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ പാനകത്ത് നിന്ന് വിട്ട് വരണം. അപ്പോഴേ കണ്ടില്ലേ, നമ്മുടെ മിൽക്ക് പേട ഉണ്ടാക്കിയത് നമ്മുടെ പാനകത്ത് നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു തണുപ്പ്, നമുക്ക് കൈയിടാവുന്ന പരുവത്തിൽ തണുപ്പാകുമ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ബാറ്ററൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നല്ലപോലെ നെയ്യ് തേച്ച് പിടിപ്പിക്കാം. അതിന് വട്ടവും സൈഡ് വശങ്ങളിലും എല്ലാം നെയ്യ് തേച്ച് കൊടുക്കാം. ആ പാത്രത്തിലേക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബദാം ആണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നമുക്കതൊന്ന് നല്ലപോലെ ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് പേടയൊക്കെ ഉണ്ടാക്കി അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് എടുത്ത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്ത് കാണിക്കുന്നെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളാക്കി ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് കഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോഴേ നമ്മുടെ ഈ മിൽക്ക് പേട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ.